വെൽക്കം. റഹ്മാനാണ്. ബയോഫാർമസ്യൂട്ടിക്സിൽ ഈ വീഡിയോ നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ്, അതിനകത്ത് നമ്മൾ പറയുന്നത് മൈക്കലീസ് മെന്റൺ ഇക്വേഷനെ കുറിച്ചാണ് ആൻഡ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഇൻ നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ്. സോ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് കെം വാല്യൂ ഡിറ്റർമിനേഷൻ പറയണം, ദെൻ ഓൾസോ വി മാക്സ് എങ്ങനെ കണ്ടുപിടിക്കാം. സോ ഇത് രണ്ടും കൂടി നമുക്ക് പറയണം. നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നോൺ ലീനിയാരിറ്റി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. എപ്പോഴുണ്ടാവുക, പാസീവ് അല്ലാത്ത ഒരു പ്രോസസ് പാസീവ് അല്ലെങ്കിൽ ഇപ്പോൾ അബ്സോർപ്ഷൻ ആകാം, അത് ഡിസ്ട്രിബ്യൂഷൻ ആകാം, അത് മെറ്റബോളിസം ആകാം, ഓർ എലിമിനേഷൻ. പാസീവ് അല്ലാത്ത പ്രോസസ് നടക്കുമ്പോഴാണ് നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് നോൺ ലീനിയാരിറ്റി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ പാസീവ് അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള അബ്സോർപ്ഷനോ ഡിസ്ട്രിബ്യൂഷനോ മെറ്റബോളിസമോ എലിമിനേഷനോ ഉണ്ടാകുമ്പോഴാണ് ഇതുണ്ടാകുക. അല്ലെങ്കിൽ നമുക്കതിനെ സാച്ചുറേറ്റഡ് പ്രോസസ് ആകുമ്പോഴാണ്, അല്ലെ സാച്ചുറേറ്റഡ് ഫാർമക്കോകൈനറ്റിക്സ് എന്നും അതുകൊണ്ട് നമ്മൾ നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സിനെ വിളിക്കും. സോ സാച്ചുറേറ്റഡ് കൈനറ്റിക്സ് ഫോളോ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. ചെറിയ ഡോസിൽ സ്മോൾ ഡോസിൽ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും. ഇൻ ലാർജ് ഡോസസ് ഇറ്റ് വിൽ ഫോളോ സീറോ ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും ഫോളോ ചെയ്യുക. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നോൺ ലീനിയാരിറ്റി ഉണ്ടാവുക. സോ ഇറ്റ്സ് എ ഡോസ് ഡിപെൻഡന്റ് പ്രോസസ് ആണ്. മരുന്ന് ലാർജ് എമൗണ്ട്സിൽ കൊടുക്കുമ്പോൾ വെൻ ദ ഡ്രഗ് എമൗണ്ട്, ഏത് മരുന്നായാലും ഡ്രഗ് ഈസ് ഇൻ ലാർജ് എമൗണ്ട്, വലിയ അളവിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം നോൺ ലീനിയർ ആകും. അപ്പൊ അതിന്റെ ഗ്രാഫ്, നോൺ ലീനിയർ കൈനറ്റിക്സിന്റെ ഗ്രാഫ് നമ്മൾ വരച്ചത് ഇങ്ങനെയാണ്. ഇത് എക്സ് ആക്സിസിൽ നമ്മൾ കോൺസെൻട്രേഷൻ വരച്ചു, വൈ ആക്സിൽ dc/dt ആണ് നമ്മൾ വരച്ചത്. ആൻഡ് ഗ്രാഫ് കിട്ടിയത് ആദ്യം ഫസ്റ്റ് ഓർഡർ ആയിരുന്നു, പിന്നെ മിക്സഡ് ഓർഡർ, ദെൻ സീറോ ഓർഡർ. സോ ഇത് ഫസ്റ്റ് ഓർഡർ, ദെൻ മിക്സഡ്, ദെൻ ബിക്കം സീറോ, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ആൻഡ് സീറോ ഓർഡർ കൈനറ്റിക്സ് ഇൻ സ്മോൾ ഡോസസ്, ഇൻ ലാർജ് ഡോസസ്. ഇതാണ് അപ്പോൾ മാക്സിമം വെലോസിറ്റി. വി മാക്സ് എന്ന് പറയുന്നത് ഇതാണ് പരമാവധി സ്പീഡ്. ഇതിന്റെ നേരെ പകുതിയാണ് വി മാക്സ് ബൈ 2, അല്ലെ, വി മാക്സ് ബൈ 2 എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് km കിട്ടും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന്റെ നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് കണ്ടുപിടിക്കാൻ, പാരാമീറ്റേഴ്സ്, ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ റേറ്റ് പ്രോസസ്, ഈ റേറ്റ് പ്രോസസ് കാണാനായിട്ട് നമുക്ക് മിക്കാലീസ് മെന്റൺ ഇക്വേഷൻ ഓർ മിക്കാലീസ് മെന്റൺ മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എന്താണ് ഈ മൈക്കലീസ് മെന്റൺ ഇക്വേഷൻ? ബയോകെമിസ്ട്രിയിലെ ഡെറിവേഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇക്വേഷൻ പറയുന്നത് വി വെലോസിറ്റി ഈസ് ഈക്വൽ ടു വി മാക്സ് ഇൻറ്റു സി ഡിവൈഡഡ് ബൈ km പ്ലസ് സി എന്നുള്ളതാണ് നമ്മൾ അവിടെ പറഞ്ഞു. സോ വാട്ട് ഈസ് ദിസ് വി? വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. വെലോസിറ്റി ഓർ നമുക്കിവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് നമുക്ക് എഴുതാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, മരുന്നിനെ കുറിച്ചാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പോൾ അത് dc/dt എന്ന് നമുക്ക് എഴുതാം. ഇത് കോൺസെൻട്രേഷൻ ആണ്, ഇത് ടൈം ആണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ വിത്ത് റെസ്പോണ്ട് ടു ടൈം ആണ് dc/d. സാധാരണ dc/dt എന്നുള്ളത് -dc/dt എന്ന് സാധാരണ എഴുതുന്നത് എലിമിനേഷന്റെ കേസിലാണ്. എലിമിനേഷൻ ആണെങ്കിൽ അല്ലെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നതുകൊണ്ട് -dc/dt എന്ന് നമുക്ക് എഴുതാം, dc/dt എന്നും നമുക്ക് എഴുതാം. ആൻഡ് വാട്ട് ഈസ് ദിസ് വി മാക്സ്? വി മാക്സ് നമ്മളിപ്പോൾ ഓൾറെഡി ഗ്രാഫ് കണ്ടു. ഗ്രാഫിനകത്ത് നമ്മൾ പറഞ്ഞത് ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്. സോ പരമാവധി മാക്സിമം റേറ്റ് ആണ്. മാക്സിമം റേറ്റ് ഓർ മാക്സിമം വെലോസിറ്റിയെ കുറിച്ചിട്ടാണ്. ഏറ്റവും പരമാവധി വേഗത, മാക്സിമം റേറ്റ് അറ്റൈൻ ചെയ്യുന്നതാണ് വി മാക്സ് എന്ന് പറയുന്നത്. സി എന്തായിരുന്നു? സി ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ. ഡ്രഗ് കോൺസെൻട്രേഷനെ കുറിച്ചിട്ടാണ്. km നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഈസ് മിക്കാലീസ് മെന്റൺ കോൺസ്റ്റന്റ് ആണ് km എന്ന് പറയും. സോ അപ്പോൾ ഈ ഇക്വേഷൻ ഇതാണ് നമ്മൾ ബയോകെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന ഇക്വേഷൻ. സോ ഇക്വേഷൻ നമുക്ക് ഇവിടെ എഴുതി കഴിഞ്ഞാൽ dc/dt ഈസ് ഈക്വൽ ടു വി മാക്സ് ഇൻറ്റു സി ഡിവൈഡഡ് ബൈ km പ്ലസ് സി എന്ന് നമുക്ക് എഴുതാം. മൈനസ് ഇവിടെ ഇടുന്നതിൽ കുഴപ്പം. സോ ലെറ്റ് us assume 3 സിറ്റുവേഷൻസ്. 3 സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ബേസിക് ഇക്വേഷൻ നമുക്ക് എഴുതാം dc/dt ഈസ് ഈക്വൽ ടു വി മാക്സ്, അല്ലെ, വി മാക്സ് ഇൻറ്റു സി ഡിവൈഡഡ് ബൈ km പ്ലസ് സി ആണ് നമ്മുടെ മിക്കാലീസ് മെന്റൺ ഇക്വേഷൻ. സോ അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് അസംപ്ഷൻ ഈസ് km ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ സി. km വളരെ വലുതാണ്, സിയേക്കാൾ വളരെ വലുതാണ്, ഉയർന്നിരിക്കുകയാണ് എന്ന് കരുതുക. അപ്പൊ km 100 ആണെന്ന് കരുതുക. സി വെറും 1, 2 ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഈ സി അങ്ങോട്ട് നെഗ്ലക്ട് ചെയ്ത് കളയാം, അല്ലെ. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാവും? അപ്പൊ നമുക്ക് ഇക്വേഷൻ dc/dt ഈസ് ഈക്വൽ ടു വി മാക്സ് ഇൻറ്റു സി. ഇവിടെ അതുണ്ട്, പക്ഷെ km ഇവിടെ പ്ലസ് സി നമുക്ക് ആവശ്യമില്ല. അതും കൂടി ചേർത്തിട്ട് വലിയ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് എഴുതാം. പക്ഷെ നമുക്കറിയാവുന്നത് വി മാക്സ് ഒരു കോൺസ്റ്റന്റ് ആണ്, km ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ? dc/dt ഈസ് ഈക്വൽ ടു k ഇൻറ്റു സി ആണ്. ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. k ഇൻറ്റു സി ഇക്വേഷൻ നമ്മൾ എവിടെ കണ്ടിട്ടുള്ളത്? ഫസ്റ്റ് ഓർഡർ പ്രോസസ്സിന്റെ ഇക്വേഷനിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. dc/dt ഈസ് ഈക്വൽ ടു k അബ്സോർപ്ഷൻ ഇൻറ്റു സി, അല്ലെ. dc/dt k എലിമിനേഷനിലെ അബ്സോർപ്ഷനിലൊക്കെ ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. kc എന്ന് പറഞ്ഞാൽ സെയിം ആണ് ഇക്വേഷൻ. ഇവിടെ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാൻ പോകുന്നത് അബ്സോർപ്ഷൻ ആയതുകൊണ്ട് kac നമുക്ക് എഴുതാം. സോ നമ്മൾ അബ്സോർപ്ഷൻ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഡ്രഗ് G
G80 നിന്ന്, G80 ആണ് എന്ന് അങ്ങോട്ട് കരുതുക. G80 നിന്ന് ഡ്രഗ് അബ്സോർബ് ചെയ്യണം. ആൻഡ് ഇവിടെ ഒരു 100 കാരിയർ ഉണ്ടെന്ന് കരുതുക. കാരിയർ നമ്മൾ പറയുന്നത് നോൺ ലീനിയർ കൈനറ്റിക്സ് ആണ്. അപ്പോൾ ദർ ഷുഡ് ബി സം കാരിയേഴ്സ് ഓർ ട്രാൻസ്പോർട്ടേഴ്സ് വേണം, അല്ലാതെ പാസീവ് ഡിഫ്യൂഷനിലെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഇത്ര ഉണ്ടെന്ന് കരുതുക, 100 ഉണ്ടെന്ന് കരുതുക. നമ്മൾ വളരെ കുറഞ്ഞ എമൗണ്ട് 5 മില്ലിഗ്രാം, 10 മില്ലിഗ്രാം, 30 മില്ലിഗ്രാം, 50, 60 വരെയൊക്കെ കൊടുത്തു എന്ന് വിചാരിക്കുക. വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ ഡ്രഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അങ്ങോട്ടേക്ക് കൂടുതലായിട്ട് കയറിക്കൊണ്ടിരിക്കും അല്ലെ. ഡ്രഗ് എത്രയുണ്ടോ ഡ്രഗിന്റെ എമൗണ്ട് കൂടുന്തോറും അബ്സോർഷൻ കൂടിക്കൊണ്ടേയിരിക്കും. കാരണം കാരിയേഴ്സ് ഒന്നും സാച്ചുറേറ്റഡ് അല്ല, 100 എണ്ണം കിടക്കുന്നു. സോ ഇവിടെ അബ്സോർഷൻ ഈസ് കോൺസെൻട്രേഷൻ ഡിപെൻഡന്റ് തന്നെയാണ്. സോ ഇറ്റ്സ് എ ഫസ്റ്റ് ഓർഡർ അബ്സോർഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ ഫാർമക്കോകൈനറ്റിക്സ് ആണ് ഇവിടെ നടക്കുക. സോ നമ്മുടെ ഗ്രാഫ് നമ്മൾ വീണ്ടും വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് ഇവിടെ സി ആയിരുന്നു, ഇവിടെ dC/dt ആണ്. അബ്സോർഷനെ കുറിച്ചാണ് നമ്മൾ പറയാം. സോ ഇവിടെ നിന്ന് നമുക്ക് ഈ ഭാഗം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ മീൻസ് ദിസ് ഈസ് ഫസ്റ്റ് ഓർഡർ ആണ്. സോ ഫസ്റ്റ് ഓർഡർ ആണ് when Km is greater than C. So Km is much greater than C ആവുമ്പോൾ at lower concentration absorption is first order അല്ലെ. കോൺസെൻട്രേഷൻ ഇങ്ങോട്ടേക്ക് കൂടിക്കൊണ്ടിരിക്കുക, ലോവർ കോൺസെൻട്രേഷനിലെ ഫസ്റ്റ് ഓർഡർ ആണ്. സോ ആസ് പെർ മിക്കാലിസ് മെന്റൻ ഇക്വേഷൻ ഫോർ സാച്ചുറേറ്റഡ് കൈനറ്റിക്സ് ഓർ മിക്സഡ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറയും. കാരണം മിക്കാലിസ് മെന്റൻ ഇക്വേഷൻ ഇപ്പോൾ മോഡിഫൈഡ് ആസ് dC/dt = Kc എന്നായിട്ടുണ്ട്. സോ അത് തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതിയത്. സോ ദിസ് ഈസ് ഫസ്റ്റ് ഓർഡർ. ഇനീഷ്യൽ പ്രോസസ് അറ്റ് ലോ കോൺസെൻട്രേഷൻ ഈസ് ഫസ്റ്റ് ഓർഡർ. ഇനി നമുക്ക് കേസ് 2 പറഞ്ഞാൽ കേസ് 2 നമ്മൾ പറയുന്നത് Km = C ആണ് എന്നതാണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ dC/dt, അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? Vmax × C ഉണ്ട് ഡിവൈഡഡ് ബൈ Vmax × C ഡിവൈഡ് ബൈ Km + C എന്നുള്ളത്. ഇപ്പോൾ Km എന്ന് പറയുന്നത് ഇപ്പോൾ C ആണ്. അപ്പോൾ നമുക്ക് Vmax × C ഡിവൈഡഡ് ബൈ C + C എന്ന് എഴുതാം. C + C അടിയിൽ 2C ആയി. 2C Vmax × C എന്ന് പറയുമ്പോൾ 2Cയിലെ 2 C അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ Vmax/2 എന്ന് നമുക്ക് കിട്ടില്ലേ. So Vmax/2, that is when Km = C, Vmax/2 എന്നായിരിക്കും നമുക്ക് കിട്ടുക. സോ when Km കോൺസെൻട്രേഷൻ തുല്യമെങ്കിൽ റേറ്റ് പ്രോസസ്സിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് ഓർഡർ ആണെന്ന് പറഞ്ഞു, പിന്നെ ഇങ്ങനെ അങ്ങ് പോകുന്നു, ഇങ്ങനെ അങ്ങ് പോവുകയാണ്. സോ ദിസ് ഈസ് ദ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് ഇതാണ് Vmax എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു? Km = C ആണെങ്കിൽ Vmax is half ആണെന്ന് പറഞ്ഞു. Vmax അതിന്റെ നേരെ പകുതി എടുക്കുകയാണെങ്കിൽ Vmax/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും നമുക്ക് Km കിട്ടുക. സോ മാക്സിമം വെലോസിറ്റിയുടെ പകുതി Vmax/2 ആണ് നമുക്ക്. അപ്പോൾ കോൺസെൻട്രേഷൻ ആണല്ലോ, Km നമുക്ക് കിട്ടുക അല്ലെ. ഇതാണ് അതിന്റെ C ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസിൽ Km നമുക്ക് കിട്ടും. സോ അബ്സോർപ്ഷൻ ആയാലും എലിമിനേഷൻ ആയാലും നടക്കുന്നത് പരമാവധി വേഗതയുടെ പകുതി വെച്ചാണ് നടക്കുക. സോ വെൻ Km = C, ഈ റിയാക്ഷൻ ഫുൾ വേഗതയിൽ നടക്കുന്നുണ്ടോ? ഇല്ല, പകുതി വേഗതയിൽ മാത്രമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ എലിമിനേഷൻ ആണെങ്കിൽ പകുതി എലിമിനേഷൻ, പകുതി വേഗതയിലായിരിക്കും. അബ്സോർപ്ഷൻ ആണെങ്കിൽ പകുതി വേഗതയിലായിരിക്കും നടക്കുക. ഇവിടെ ഇപ്പൊ Km C രണ്ടും സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ ഇവിടെ നടക്കുന്ന ഒരു മിക്സഡ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും. സോ നമ്മുടെ ഗ്രാഫിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ഓർഡർ ആണെന്ന് പറഞ്ഞു, ഇപ്പൊ ഇത് സെക്കൻഡ് ഓർഡർ ആണ്. മിക്സഡ് ഓർഡർ ഭാഗത്താണ് അവിടെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു 50 to 60 ട്രാൻസ്പോർട്ടേഴ്സ് അല്ലെ മില്ലിഗ്രാം കൊടുത്തപ്പോഴാണ്. അപ്പൊ നമ്മളത് 100ന്റെ അടുത്ത് ആക്കി എന്ന് വിചാരിച്ചു. ഒരു 90 to 95, 100 ആക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് നമുക്ക് കാണാം. പക്ഷെ നേരത്തെ പോലെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇപ്പൊ ഒന്ന് ഇച്ചിരി വളഞ്ഞിട്ടാണ് പോകുക, ഇച്ചിരി സ്ലോ ആയിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ ഉള്ള സാധനങ്ങൾ സാച്ചുറേറ്റഡ് ആയിട്ടില്ല, പക്ഷെ സാച്ചുറേറ്റഡ് ആവാറായിട്ടുണ്ട്. സോ അവസാനം ഇത് 100 ട്രാൻസ്പോർട്ടറും ഫുൾ ആയാലോ, 100 ട്രാൻസ്പോർട്ടറും ഫിൽ ആയാൽ അവിടെ വെച്ച് തീർന്നല്ല. ഇനി സ്പീഡ് കൂടാൻ പറ്റൂ? ഇല്ല. ഈവൻ ഇഫ് അവർ കോൺസെൻട്രേഷൻ ഇതാണ് കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടി ഇവിടേക്ക് കൂടിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഇനി കൂടുന്നില്ല എന്ന് കാണാം. സോ ആദ്യം ഇനീഷ്യൽ ഫസ്റ്റ് ഓർഡർ ആയിരുന്നു, ഇപ്പോൾ ഇത് 0 ഓർഡറിലേക്ക് എത്തും ഇനി. അപ്പോൾ ഈ ഭാഗം നമ്മൾ പറയുന്നത് മിക്സഡ് ഓർഡർ കൈനറ്റിക്സ് ആണ്. Vmax/2 ആണ് നേരെ ഇവിടെ വെച്ച് നടക്കുക. അപ്പോൾ നമുക്ക് അസംപ്ഷൻ നമ്പർ 3 ഓർ കണ്ടീഷൻ നമ്പർ 3 നമ്മൾ പറയുന്നത് when Km is lesser than C, C വലുതാണ്, അല്ലെങ്കിൽ C is much larger than Km, ഇങ്ങനെ ഒരു കണ്ടീഷനിലെ നമ്മുടെ മിക്കാലിസ് മെന്റൻ ഇക്വേഷൻ എന്തായിരുന്നു? dC/dt = Vmax × C ഡിവൈഡഡ് ബൈ Km + C. Km ഇവിടെ വളരെ ചെറുതാണ്, നമുക്കിവിടെ എഴുതേണ്ട ആവശ്യമുണ്ടോ? നമുക്കിവിടെ എഴുതേണ്ട ആവശ്യമില്ല. Km is negligible when compared to C. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ Vmax × C/C എന്നായില്ലേ. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? സിയും സിയും അങ്ങോട്ട് വെട്ടിപ്പോയി കഴിഞ്ഞാൽ dC/dt = Vmax ആയില്ലേ. Vmax എന്ന് വെച്ചാൽ മാക്സിമം. ഇതാണ് നമ്മുടെ ഗ്രാഫിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം. സോ ഇത് ഇനീഷ്യൽ ഭാഗം, ഇത് ഇങ്ങനെ കൂടുന്നു, പിന്നെ ഏറ്റവും അവസാനം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത് Vmax എന്ന് പറയുന്നത്. സോ ഇവിടെ തന്നെ സ്ട്രെയിറ്റ് ആണ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് മീൻസ് ഇങ്ങനെ ഒരേ ലൈനിലായിരിക്കും പോവുക. സോ എത്ര കോൺസെൻട്രേഷൻ, ഇത് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ എത്ര വർദ്ധിപ്പിച്ചാലും dC/dt അല്ലെ ഒരേ പ്രോസസ്സിലാണ് പൊക്കൊണ്ടിരിക്കുന്നത്.
എന്ന് നമുക്ക് പറയാം. സോ ഇതാണ് ഗ്രാഫിൻ്റെ അവസാന ഭാഗം. പരമാവധി വേഗതയിൽ വി മാക്സ്, വെലോസിറ്റി മാക്സിലാണ് നടക്കുന്നത്, പക്ഷേ ഇത് കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അബ്സോർഷൻ്റെയും എലിമിനേഷൻ്റെയും പരമാവധി വേഗതയിൽ കാര്യം നടക്കുന്നുണ്ട്. ഇനി ഇതിലും കൂട്ടാൻ പറ്റില്ല. സോ ഗ്രാഫ് ഈ ഭാഗം നേരെ പോകും. സോ വി മാക്സ് ഈസ് നൗ ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ. അല്ലെ, കോൺസെൻട്രേഷൻ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നാലും വല്ല കാര്യമുണ്ടോ? ഇല്ല. സോ വി മാക്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ. സോ മാക്സിമം അബ്സോർഷൻ ഓർ എലിമിനേഷൻ ഇതേ വേഗതയിലേ നടക്കൂ എന്നുള്ളതാണ്. അത് നമ്മൾ കിട്ടിയത് മൈക്കലിസ് മെന്റൺ ഇക്വേഷൻ തന്നെയാണ്. സോ ഇതാണ് ഈ മൈക്കലിസ് മെന്റൺ ഇക്വേഷനും നമ്മുടെ നോൺ ലീനിയർ കൈനറ്റിക്സും തമ്മിലുള്ള എന്താ പറയാ ബന്ധം. പിന്നെ നമുക്ക് മിഖായൽ മെന്റൺ ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് ഗ്രാഫുകളൊക്കെ വെച്ചിട്ട് നമുക്ക് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്ന കാര്യം പറയാം. ഒന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് Km ആണ്, രണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് വി മാക്സ്. ഇത് രണ്ടും കണ്ടുപിടിക്കുന്ന കാര്യമാണ് ഇനി പറയാം. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ട് കാര്യങ്ങൾ അസ്യൂം ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത് കപ്പാസിറ്റി ലിമിറ്റഡ് ഓർ നോൺ ലീനിയർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്ന ഡ്രഗിനെ പറ്റിയാണ് പറയുന്നത്, മനസ്സിലാക്കുക. സോ അപ്പോൾ അതിന്റെ മെറ്റബോളിസം ആലും റീനൽ ട്യൂബുലാർ സെക്രീഷൻ, ബിലിയറി എക്സ്ക്രീഷൻ ഒക്കെ നടക്കുന്നത് പ്രോസസ് നോൺ ലീനിയർ കൈനറ്റിക്സ് ആണ് നോക്കുക. സോ അപ്പോൾ അസംഷൻ നമ്പർ 1 നമ്മൾ പറയുന്നത് കൈനറ്റിക്സ് ഒരു കമ്പാർട്ട്മെന്റ് കൈനറ്റിക്സ് ആണ്. സോ 1 കമ്പാർട്ട്മെന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. ബോഡി ആസ് എ ഹോൾ ഈസ് 1 കമ്പാർട്ട്മെന്റ്. 2 അസംഷൻ നമ്പർ 2 നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ഈ സാച്ചുറേഷൻ ഓർ കപ്പാസിറ്റി ലിമിറ്റഡ് പ്രോസസ് നടക്കുന്നത് ഒരേ ഒരു രീതിയിലാണ്. ദാറ്റ് ഈസ് എ ഓൺലി സിംഗിൾ ഫാക്ടർ മാത്രമേ ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ സിംഗിൾ കപ്പാസിറ്റി ലിമിറ്റഡ് ആണ് പ്രോസസ് ആണ് ഈ പറയുന്നതെല്ലാം. സോ ഇങ്ങനെയുള്ള 2 അസംഷനിലാണ്, ബേസിക് അസംഷനിലാണ് നമ്മൾ കെഎമ്മും വി മാക്സും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ കെഎം വി മാക്സ് എവിടെ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷനിൽ നിന്നാണ്. അല്ല, പ്ലാസ്മയിലെ ഡ്രഗ് കോൺസെൻട്രേഷനിൽ നിന്നാണ് നമ്മളിത് കണ്ടുപിടിക്കുക. മരുന്ന് കൊടുക്കുന്നു, എന്നിട്ട് ഒരേ സമയത്ത് ഡ്രഗ് കോൺസെൻട്രേഷൻ പ്ലാസ്മയിൽ എത്രയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ സാമ്പിളിൽ നിന്ന് നമുക്കിത് കണ്ടുപിടിക്കും. മരുന്ന് നമ്മൾ കൊടുക്കുന്നത് IV ബോളസോ, നമ്മളിപ്പോൾ ആദ്യം പറയുന്ന എല്ലാം കോൺസെൻട്രേഷൻ സ്റ്റഡി സ്റ്റേറ്റ് അല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ IV ബോളസ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഒറ്റ ഒരു IV ആയിട്ട് കൊടുക്കുന്നു. ഇനീഷ്യലി അപ്പോൾ കൂടുതൽ കോൺസെൻട്രേഷൻ ആവും, സ്ലോലി എലിമിനേറ്റ് ചെയ്ത് കുറഞ്ഞ അളവിലേക്ക്. ആൻഡ് മരുന്ന് എന്തായിരിക്കണം? മരുന്ന് നോൺ ലീനിയർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്ന ഒരു മരുന്നായിരിക്കണം. സോ ഫെനിറ്റോയിൻ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. സോ ആദ്യത്തെ മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് Km ആൻഡ് വി മാക്സ്. അപ്പോൾ നമുക്ക് ആദ്യം മിഖാലിസ് മെന്റൺ ഇക്വേഷൻ നമുക്ക് എഴുതാം. dC/dt is equal to V max C divided by Km plus C ആണ് നമ്മുടെ ഇക്വേഷൻ. മൈനസ് എഴുതുന്നത് ബിക്കോസ് എലിമിനേഷൻ ആണ് നമ്മളോട് പറഞ്ഞത്. സോ ഈ ഇക്വേഷനെ നമുക്കൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ log to the base 10 ആക്കി മാറ്റിയാൽ, അങ്ങനെ ആക്കി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അത് പ്യുവർ മാത്സ് ആണ്, നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. log C is equal to log C0 plus C0 minus C divided by 2.303 Km minus V max into T divided by 2.303 Km എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. സോ അത് പ്യുവർ മാത്സ് ആണെന്ന് പറഞ്ഞു. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഇന്റഗ്രേഷൻ ആൻഡ് ലോഗരിതമിക് റേസ് ടു ദ 10 ആക്കിയ. സോ നമ്മൾ ഈ കിട്ടിയ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ y ആക്സിസിൽ ദിസ് ഈസ് log C ആണ് നമുക്ക് കിട്ടുക, ആൻഡ് x ആക്സിസിൽ നമുക്ക് ടൈം ആണ് കിട്ടുക. സോ m is V max by 2.303 ആയിരിക്കും m എന്ന് കരുതാം. സോ അപ്പോൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇതാണ് log C, ആൻഡ് ദിസ് ഈസ് നമ്മൾ ആദ്യം കൊടുക്കുന്ന കോൺസെൻട്രേഷൻ നമുക്ക് ഇവിടെ എഴുതാം തൽക്കാലം C. അല്ല, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇതാണ്. അത് IV ബോളസ് ആണ് അപ്പോൾ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇനീഷ്യലി പ്ലാസ്മ കോൺസെൻട്രേഷൻ കൂടുതലാണ് അല്ലെ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എലിമിനേഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എലിമിനേഷൻ നടന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ കുറഞ്ഞു വരും. ഇതാണ് സംഭവിക്കുക താഴത്തേക്ക്. അപ്പോൾ ഇവിടെ ഒരു കർവി ലൈനാണ് നമുക്ക് കിട്ടിയ കർവി ഗ്രാഫ്. ഇനീഷ്യലി കർവ് ലൈനാണ്. പക്ഷെ ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോഴത്തേക്കും മരുന്നിന്റെ പ്ലാസ്മ കോൺസെൻട്രേഷൻ താഴുമ്പോഴത്തേക്കും നമുക്കറിയാം നോൺ ലീനിയർ കൈനറ്റിക്സ് ആണ്. സോ അറ്റ് ലോ കോൺസെൻട്രേഷൻ ഫസ്റ്റ് ഓർഡർ ആണ്. ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് നമുക്ക്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റീപ്പായിട്ട് ഗ്രാഫ് താഴത്തേക്ക് പോകും. ഇവിടെ ഫസ്റ്റ് ഓർഡർ ആണ്, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് താഴെയുള്ള സ്ട്രെയിറ്റ് ലൈൻ, ഇവിടെയുള്ള സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് നമ്മൾ y ആക്സിസിലേക്ക്, ഇതാണ് y ആക്സിസ്, ഇങ്ങോട്ടേക്ക് log 0ലേക്ക് ഇങ്ങോട്ടേക്ക് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഒറ്റൊരു വര അങ്ങ് വരയ്ക്കാം. എക്സ്ട്രാപൊലേറ്റ് ചെയ്തു. സോ ഇങ്ങനെ എക്സ്ട്രാപൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y ആക്സിസിൽ ഇവിടെ ഒരു പോയിന്റിൽ വന്ന് ഇന്റർസെക്ട് ചെയ്യും. ആൻഡ് ഈ പോയിന്റിനെ നമ്മൾ log C0, ഇതാണ് C0 എക്സ്ട്രാപൊലേറ്റഡ് നമ്മൾ എഴുതുക ഇങ്ങനെയാണ്. എക്സ്ട്രാപൊലേറ്റഡ് ഒരു ബാക്ക് ആരോട്ട് എടുത്താൽ എക്സ്ട്രാപൊലേറ്റ്. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, ഇതൊരു കർവ്ഡ് ലൈൻ ഉണ്ട്. അപ്പോൾ ഈ ഗ്രാഫിന്റെ ഇക്വേഷൻ അല്ല, ഈ ഗ്രാഫിന്റെ ഇക്വേഷൻ നമ്മൾ ഈ ഗ്രാഫ് വെച്ചിട്ടാണ് ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് വരച്ചത്. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ, പുതിയ ഇക്വേഷൻ ഈസ് log C is equal to log C0 extrapolated minus V max T by 2.303 Km ആണ് ഇതിന്റെ ഇക്വേഷൻ. നമുക്ക് കാണാവുന്നത് ഈ താഴത്തെ ഭാഗം രണ്ടിന്റെയും ഒന്നാണ് അല്ലെ. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് V max, സ്ലോപ്പ് നമ്മൾ വരയ്ക്കുക ഇങ്ങനെ, V max by 2.303 Km ആണ് ഇതിന്റെ സ്ലോപ്പ്. അപ്പോൾ ഇവിടെ ഇതിന്റെ
ഇതിന്റെ സ്ലോപ്പും അത് തന്നെയാണ്, ബിക്കോസ് ഈ ഏരിയയും ഒന്നാണ്. പിന്നെ നമുക്ക് വി മാക്സിന്റെയും കെ എമ്മിന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് രണ്ടാമത്തെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയുന്ന കാര്യം ലോവർ കോൺസെൻട്രേഷൻ, രണ്ട് ഗ്രാഫിന്റെയും ഇക്വേഷൻ ഒന്നായിരിക്കണം അല്ലേ, ഒരേ ഗ്രാഫിന്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ രണ്ടും ഇക്വേഷൻ ഒന്നായിരിക്കണം. സോ ഒരേ ഗ്രാഫിന്റെ രണ്ട് ഭാഗമാകുമ്പോൾ സെയിം ആവണം, ഐഡന്റിക്കൽ ആകണം. സോ ലോവർ കോൺസെൻട്രേഷൻ ഇക്വേഷൻ മസ്റ്റ് ബി വൺ ആൻഡ് സെയിം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ആയിരിക്കണം ഈ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. ലോഗ് C0 ബാക്ക് എക്സ്ട്രാപ്പൊളേറ്റഡ് മൈനസ് വി മാക്സ് ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 2.303 km. രണ്ടാമത്തെ ഇക്വേഷൻ ആയിരുന്നു ഈസ് ഈക്വൽ ടു നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ഏതായിരുന്നു, ലോഗ് C0 മൈനസ് സി ഡിവൈഡഡ് ബൈ 2.303 km മൈനസ് വി മാക്സ് ടി ഡിവൈഡഡ് ബൈ 2.303 km അല്ലേ. ഇപ്പോൾ രണ്ട് ഭാഗത്തും ഇതും സെയിം ആണെങ്കിൽ നമുക്ക് ഇത് രണ്ടും അങ്ങോട്ട് തട്ടിക്കളയാലോ. രണ്ടും നമുക്ക് രണ്ട് ഭാഗത്തും ആവശ്യമില്ലല്ലോ. സോ അപ്പോൾ ഇക്വേഷൻ എന്തായി, ലോഗ് C0 ബാക്ക് എക്സ്ട്രാപ്പൊളേറ്റഡ് ഈസ് ഈക്വൽ ടു ലോഗ് C0 മൈനസ് C0c മൈനസ് 2.303 k എന്നായില്ലേ. ഇത്രയും ഭാഗം ഈ ഭാഗം ഇതും ആകെടുത്ത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് C0 എക്സ്ട്രാപ്പൊളേറ്റഡ് മൈനസ് ലോഗ് C0 ഇതിന്ന് മൈനസ് ചെയ്യുന്നത് ലോഗ് C0 ഈസ് ഈക്വൽ ടു ഇത് മാത്രം C0 മൈനസ് c ഡിവൈഡ് ബൈ 2.303 km എന്ന് കിട്ടും. ലോഗ് a മൈനസ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് a ബൈ ബി ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ലോഗ് C0 ബാക്ക് എക്സ്ട്രാപ്പൊളേറ്റഡ് ബൈ C0 ഈസ് ഈക്വൽ ടു C0 മൈനസ് c ഡിവൈഡ് ബൈ 2.303 km എന്ന് കിട്ടും. സോ നമ്മുടെ ഗ്രാഫിൽ നിന്ന് നമ്മൾ എങ്ങനെ വരച്ചു, ഇത് എക്സ്ട്രാപ്പൊളേറ്റ്, ഇത് C0 ആണ്, ഇത് C0 എക്സ്ട്രാപ്പൊളേറ്റഡ് ആണെങ്കിൽ ഇതിന്റെ വാല്യൂ ഇവിടുന്നും കിട്ടില്ലേ. ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് km എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് km കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് നമുക്കറിയാം, സ്ലോപ്പിന്റെ ഇക്വേഷൻ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വി മാക്സ് ഡിവൈഡ് ബൈ 2.303 km ആണ്. അപ്പോൾ km കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് അറിയാമെങ്കിൽ നമുക്ക് ഇത് വി മാക്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ രണ്ടും കിട്ടി. മിക്കാലിസ്-മെന്റൻ ഇക്വേഷന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നമുക്ക് km വാല്യൂയും കിട്ടി, നമുക്ക് വി മാക്സും കണ്ടുപിടിക്കാം. ഇനി രണ്ടാമത്തത് ഈ മിക്കാലിസ്-മെന്റൻ ഇക്വേഷന്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുത്തിട്ട് പ്ലോട്ട് വരയ്ക്കുന്നതാണ് ലൈൻ വീവർ ബെർഗ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതാണ് ലൈൻ വീവർ ബെർഗ്. സോ റെസിപ്രോക്കൽ എടുക്കുന്നത് എന്തിനാണ്, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആക്കാനാണ്, നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇവിടെ നമ്മൾ വേറെ കാര്യം കൂടി ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഡിഫറെന്റ് ടൈം ഇന്റർവെൽ എടുത്ത ഡ്രഗിന്റെ പ്ലാസ്മ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് പ്ലാസ്മ കോൺസെൻട്രേഷൻ കാണുന്നത്. അപ്പോൾ സി എന്നതിന് പകരം നമ്മളവിടെ CM എന്ന് നമ്മൾ ചേർക്കാറ്. സോ മിഡ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ആണ്. CM ഈസ് ഫോർ മിഡ് പ്ലാസ്മ കോൺസെൻട്രേഷൻ, അതാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ മിക്കാലിസ്-മെന്റൻ ഇക്വേഷൻ എന്തായിരുന്നു, മൈനസ് DC ബൈ DT ഈസ് ഈക്വൽ ടു വി മാക്സ് ഇൻറ്റു C ഡിവൈഡഡ് ബൈ KM പ്ലസ് C ആണെന്ന് നമുക്കറിയാം. അപ്പോൾ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ 1 ബൈ DC ബൈ DT ആണ് നമ്മൾ എടുക്കുക, ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതുമ്പോൾ KM ഡിവൈഡ് ബൈ വി മാക്സ് ഇൻറ്റു C പ്ലസ് C ഡിവൈഡഡ് ബൈ വി മാക്സ് C എന്ന് കിട്ടും. ആൻഡ് സിയും ഇവിടെ ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ 1 ബൈ DC ബൈ DT 1 ബൈ DC ബൈ DT ഈസ് ഈക്വൽ ടു KM ഇൻറ്റു വി മാക്സ് C പ്ലസ് 1 ബൈ വി മാക്സ്, കാരണം ഇവിടെ C ഇല്ല, 1 ബൈ വി മാക്സ് എന്ന് കിട്ടും. ആൻഡ് ഇവിടെ നമ്മൾ പറഞ്ഞു ഈ C എന്നുള്ളത് നമ്മൾ CM എന്നായിരിക്കും ഉപയോഗിക്കുക, കാരണം മിഡ് പ്ലാസ്മ കോൺസെൻട്രേഷൻ വാല്യൂ ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇക്വേഷൻ ഇവിടെ CM എന്ന് വരും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ 1 ബൈ DC ബൈ DT ഈസ് ഈക്വൽ ടു KM ഡിവൈഡ് ബൈ വി മാക്സ് ഇൻറ്റു CM പ്ലസ് 1 ബൈ വി മാക്സ് എന്നാകും. അപ്പോൾ ഇതിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുക, 1 ബൈ ഇങ്ങനെ വരയ്ക്കാം, 1 ബൈ DC ബൈ DT 1 ബൈ DC ബൈ DT നമുക്ക് XY ആക്സിസിലും X ആക്സിൽ നമ്മൾ 1 ബൈ CM വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫ് ലൈൻ വ്യൂവർ ബെർഗ് പ്ലോട്ട് അറിയാമെങ്കിൽ അറിയാം, ഇങ്ങനെ ആയിരിക്കും കിട്ടുക അല്ലേ, ഇങ്ങനെ ആയിരിക്കും കിട്ടുക. സോ ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തപ്പോൾ സ്ട്രേറ്റ് ലൈൻ കിട്ടി. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അവിടെ, ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് KM ബൈ വി മാക്സ് ആണ്. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ മുട്ടിയ പോയിന്റ് ഇന്റർസെപ്റ്റ് പ്ലോട്ട് അറ്റ് Y ആക്സിസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1 ബൈ വി മാക്സ് ആണ്. ഇത് 1 ബൈ വി മാക്സ് ആണ്. സോ അപ്പോൾ നമുക്ക് 1 ബൈ വി മാക്സ് അറിയാമെങ്കിൽ നമുക്ക് വി മാക്സ് കണ്ടുപിടിക്കാം. വി മാക്സ് ഇട്ട് കഴിഞ്ഞാൽ സ്ലോപ്പിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KM കണ്ടുപിടിക്കാം, KM വാല്യൂ കണ്ടുപിടിക്കാം. പക്ഷേ ഈ ലൈൻ വീവർ ബെർഗ് പ്ലോട്ടിന് പ്രശ്നമുള്ളത് ഗ്രാഫ് ഒരു എന്താ പറയുക സ്കാറ്റേഡ് ആണെന്നുള്ളതാണ്. കാരണം പല പോയിന്റ് ആയിരിക്കും കിട്ടുക, അതിൽ നിന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് നമ്മൾ എടുക്കുക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സ്കാറ്റേഡ് ആയിരിക്കും ഗ്രാഫ്. ഇപ്പോൾ ഈ ലൈൻ വീവറിനെ നമുക്ക് കുറച്ചും കൂടി സ്കാറ്റേഡ് ഒക്കെ മാറ്റി കുറച്ചും കൂടി ലീനിയർ ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ഹെയ്ൻസ് വൂൾഫ് പ്ലോട്ട് പോലുള്ള മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. റിലയബിൾ പ്ലോട്ടാണ്. സോ ഈ ഗ്രാഫിന്റെ ഇക്വേഷൻ കിട്ടാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മിക്കാലിസ്-മെന്റൻ ഇക്വേഷന്റെ റെസിപ്രോക്കൽ, അതായത് നമ്മൾ ലൈൻ വീവർ ബെർഗ് പ്ലോട്ടിന് ഉപയോഗിച്ച ഇക്വേഷൻ എല്ലായിടത്തും നമ്മൾ CM വെച്ചിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ആദ്യത്തേത് CM ഇൻറ്റു 1 ബൈ DC ബൈ DT ഈസ് ഈക്വൽ ടു എഴുതാം വീണ്ടും CM ഇൻറ്റു KM ബൈ വി മാക്സ്
മാക്സ് ഇൻറ്റു സി എം പ്ലസ് വീണ്ടും സി എം ഇൻറ്റു 1/v മാക്സ് എന്നാക്കിയാൽ മതി. എല്ലായിടത്തും സി എം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ സി എം ബൈ ഡി സി ബൈ ഡി. ഓക്കെ, ഇത് നമ്മൾ വൈ ആക്സിസിലും സി എം നമ്മൾ എക്സ് ആക്സിസിലും വെച്ച് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഇങ്ങനെ ഒരു ഗ്രാഫ്. സോ ഇതാണ് ഗ്രാഫ്. ആൻഡ് ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/v മാക്സ് ആയിരിക്കും ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയും. ആൻഡ് ദിസ് ഇന്റർസെപ്റ്റ് വിൽ ബി km/v മാക്സ് ആയിരിക്കും എന്നുള്ളത്. 1/v മാക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് v മാക്സ് നമുക്ക് കണ്ടുപിടിക്കാം. v മാക്സ് നമുക്ക് കണ്ടുപിടിച്ചാൽ km നമുക്ക് കണ്ടുപിടിക്കാം. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് അത് വോൾഫ് ഓഗസ്റ്റിൻസൺ SS ഉണ്ട്, SSON ഹാഫ് ട്രീ പ്ലോട്ടാണ്. ഇതാണ് വേറൊരു മെത്തേഡ് ഉള്ളത്. സോ ഇതും ഒരു മിക്കാലിസ് മെന്റൻ ഇക്വേഷന്റെ തന്നെ ഒരു മോഡിഫൈഡ് രൂപമാണ്. അപ്പൊ ഞാൻ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ dc/dt ഈസ് ഈക്വൽ ടു v മാക്സ് മൈനസ് dc/dt km ആൻഡ് ദിസ് ഓൾ ഡിവൈഡഡ് ബൈ cm ആണ്. ഇതിന്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഇതിന്റെ ഗ്രാഫ് നമ്മൾ പറയുന്നത് ഇതാണ്. dc/dt നമ്മളിവിടെ y ആക്സിൽ വരയ്ക്കുന്നു. ആൻഡ് ഇവിടെ നമ്മൾ dc/dt ബൈ cm നമ്മൾ x ആക്സിലും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ആൻഡ് ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് km നമുക്ക് കിട്ടും. ആൻഡ് ഇവിടെ നമുക്ക് v മാക്സ് നമുക്ക്. അപ്പൊ ഇത്രയും നേരം നമ്മൾ IV ബോളസ് ആണ് കൊടുത്തത്. ഇനി IV ബോളസ് അല്ലാതെ മറ്റു രീതിയിൽ കൊടുത്തിട്ട് കോൺസെൻട്രേഷൻ സ്റ്റഡി സ്റ്റേറ്റ്, ഡ്രഗിന്റെ സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ CSSൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുന്ന കാര്യമാണ് നമ്മൾ പറയാം. സോ CSS എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾ എത്ര നഷ്ടപ്പെടുന്നോ അത്രയും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് നഷ്ടപ്പെടുന്നതനുസരിച്ച് കൊടുക്കുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കിട്ടും. സോ അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് DR അല്ലെങ്കിൽ ഡോസിംഗ് റേറ്റ് ആണ്. സോ DR ഈസ് ഈക്വൽ ടു ഡോസിംഗ് റേറ്റ് കോൺസെൻട്രേഷൻ സ്റ്റഡി സ്റ്റേറ്റ് ദാറ്റ് ഈസ് CSS ഇൻറ്റു ക്ലിയറൻസ് ആണ്, ക്ലിയറൻസ് ഓർ എലിമിനേഷൻ. സോ DR ഈസ് ഈക്വൽ ടു CSS ഇൻറ്റു ക്ലിയറൻസ് ആണ്. സോ അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എന്താണ് സംഭവിക്കുക? DR മസ്റ്റ് ബി ഈക്വൽ ടു CP. CP എന്ന് വെച്ചാൽ പ്ലാസ്മ കോൺസെൻട്രേഷൻ. CP അല്ല, ഡിക്രീസ് ഇൻ CP. ഇത്ര മരുന്ന് പ്ലാസ്മയിൽ നിന്ന് നഷ്ടപ്പെടുന്നു അത്രയും തന്നെ നമ്മൾ ഡോസ് കൊടുക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ സ്റ്റഡി സ്റ്റേറ്റ് ആണ്. രണ്ടിന്റെയും മരുന്ന് കൊടുക്കുന്നതും പ്ലാസ്മ നഷ്ടപ്പെടുന്നതും ഈക്വൽ ആണ്. സോ ഇതൊരു കപ്പാസിറ്റി ലിമിറ്റഡ് പ്രോസസ് ആണ് എന്ന് നമ്മൾ കരുതി കഴിഞ്ഞാൽ നമ്മളുടെ മിക്കാലിസ് മെന്റൻ ഇക്വേഷൻ എന്തായിരുന്നു? വീണ്ടും എഴുതാം. dc/dt is equal to v max into c by km plus c ആണ് നമുക്ക് എഴുതാം. സോ dc/dt തന്നെയാണ് dr എന്ന് പറയുന്നത് അല്ലെ, അതാണ് നമ്മൾ കൊടുക്കുന്നത്. സോ v max into CSS എന്ന് എഴുതാമല്ലോ അല്ലെ, CSS into km plus CSS എന്ന് എഴുതിക്കൂടെ? സെയിം. സോ ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഇനി ഇതിൽ നിന്ന് ലൈൻ വീവർ ബർഗ് പ്ലോട്ട് വഴി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇതിന്റെ ഇൻവേഴ്സ് എടുത്തിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. സെയിം നേരത്തെ പറഞ്ഞ പോലെ കണ്ടുപിടിക്കാം. അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ ഒരു മെത്തേഡ്, ഈ ഇക്വേഷനിൽ നിന്ന് മറ്റു മെത്തേഡ് നമുക്ക് ചെയ്യാവുന്നത് ഡയറക്റ്റ് ലീനിയർ മെത്തേഡ് എന്നാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്ത് കണ്ടുപിടിക്കാം എന്നുള്ളത്. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യേണ്ട km വാല്യൂ v മാക്സും കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് ഡോസിംഗ് റേറ്റ് വേണം. രണ്ട് ഡോസിംഗ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DR1 കാണും, DR2 കാണും. അപ്പോൾ രണ്ട് ഡോസിംഗ് റേറ്റ് വരുമ്പോൾ DR1ന്റെ CSS1 കാണും, ഡോസിംഗ് റേറ്റിന്റെ CSS2 കാണും. ഇത് രണ്ടിന്റെയും ഗ്രാഫ് അങ്ങോട്ട് ഒരുമിച്ച് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് DR1 ആണെന്ന് വിചാരിക്കുക, ഇത് DR1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന്റെ CSS1 ആണെന്ന് വിചാരിക്കുക, ഇത് DR2 ആണെന്ന് വിചാരിക്കുക, DR2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന്റെ CSS2 ഇവിടെയാണ് അതിന്റെ CSS2. ആൻഡ് ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയ ഈ ഇന്റർസെപ്റ്റ് ഉണ്ടല്ലോ, ഇന്റർസെപ്റ്റ് നമ്മൾ y ആക്സിസിലേക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് v മാക്സ് കിട്ടും. ആൻഡ് ഇങ്ങോട്ടേക്ക് നേരത്തെ താഴത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ km നമുക്ക് v മാക്സും kmഉം നേരിട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ലീനിയർ മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു. DR is equal to v max to CSS ആണ് സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ, ദെൻ km plus CSS ആണ്. ഇത് നമ്മളൊന്ന് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ DR into km plus CSS is equal to v max CSS എന്ന് എഴുതാമല്ലോ. ഇത് നമ്മൾ കുറച്ച് അതും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ DR is equal to v max minus DR by km by CSS എന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതിന്റെ പ്ലോട്ട് വരയ്ക്കാൻ DR നമുക്ക് y ആക്സിസിലും DR by CSS നമുക്ക് x ആക്സിലും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലോട്ട്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് നമുക്ക് കിട്ടും. സ്ലോപ്പ് km വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ആൻഡ് ഈ ഇന്റർസെപ്റ്റ് നമുക്ക് v മാക്സ് ആയിട്ടും കിട്ടും. സോ ഇതാണ് വേറൊരു മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡാണ് ന്യൂമറിക്കൽ മെത്തേഡ്.
ന്യൂമറിക്കൽ മെത്തേഡ് ആർക്കാണ്? അത് ഗ്രാഫ് വരയ്ക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്കാണ്. ഗ്രാഫ് വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഡോസിങ് റേറ്റ് എടുക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്ക് 2 CSS കിട്ടും, 2 CSS കിട്ടും. ഇപ്പോൾ DR1 കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ, മിക്കാലിസ് മെന്റൻ ഇക്വേഷൻ Vmax ഇൻറ്റു CSS1 ഡിവൈഡഡ് ബൈ Km പ്ലസ് CSS1 എന്ന് കിട്ടുമല്ലോ. DR2 ആണെങ്കിൽ Vmax ഇസിക്കൽ ടു Vmax ഇൻറ്റു CSS2 ആണ്. CSS2 ബൈ Km പ്ലസ് CSS2 ആണ്. അപ്പോൾ ഈ 2 ഇക്വേഷൻ കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ Kmന്റെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് DR1 മൈനസ് DR1 ബൈ CSS1 മൈനസ് DR2 ബൈ CSS2 എന്ന ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഒരു ഗ്രാഫും വരയ്ക്കാതെ തന്നെ നമുക്ക് Km കിട്ടും. സോ ഈ Km എടുത്തിട്ട് ഇതിനകത്തേക്കോ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് Vmax കണ്ടുപിടിക്കും. സോ Km കണ്ടുപിടിച്ചു, Vmax കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ മിക്കാലിസ് മെന്റൻ ഇക്വേഷൻ ഇൻ നോൺ ലീനിയർ കൈനറ്റിക്സ്. ആൻഡ് അതുവഴി നമ്മൾ Km വാല്യൂസ്, Vmax ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാനുള്ള പല മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.